നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മളെല്ലാവരും അലക്കി കുടിച്ച് ഫ്രഷ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ. രാവിലത്തെ ഇന്നത്തെ ഫുഡ് പഴങ്കഞ്ഞിയാണ്, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഗൈസ് ഇത്രയും പഴങ്കഞ്ഞിയുള്ളൂ. പിന്നെ വെള്ളം കുറച്ച് കൂടുതലുണ്ട് കുടിക്കാൻ. ഞാൻ തീർക്കും എന്നുള്ള പേരിൽ ആർജി അങ്ങനെ ആർട്ടിയോടെ ഒരു മുളക് മുഴുവനോടെ തിന്നാൻ പാടില്ല ആർജെ. ആ മുളക് അങ്ങനെ എടുത്ത് തിന്ന് ഗൈസ്. എനിക്കല്ലേ പാവണ്ടേ. എങ്ങനെയുണ്ട് വിശന്ന് കോട്ടല് കഴിഞ്ഞിരിക്കുമ്പോ അപ്പൊ ഗൈസ് നമുക്ക് പഴങ്കഞ്ഞി ഇരിപ്പുണ്ട്, പിന്നെ മീൻ കറിയുണ്ട്, പിന്നെ മുളക് വറുത്തത് 4 ഇരിപ്പുണ്ട്. പഴങ്കഞ്ഞി കുറച്ചേ ഉള്ളൂ, ചെറിയ പാത്രത്തിൽ കുറച്ചേ ഉള്ളൂ. രണ്ടാമത്തെ തികയൂല, പക്ഷെ എങ്കിലും വെള്ളം കുറച്ച് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പത്തെ ഒരു വിശപ്പ് മാറാൻ വേണ്ടി രാവിലത്തെ ഫുഡായിട്ട് വിശപ്പ് മാറാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഇവിടെ കഴിക്കട്ടെ, ഇല്ലെങ്കിൽ നിശ്ചയപ്പെട്ട തീർത്ത് ആക്രാന്തം കൊണ്ട് ഫാസ്റ്റായിട്ട് എത്തുന്നത്. ചട്ടി കമത്തുന്നോട്ട് എന്നെ എപ്പോഴും കുറ്റം പറഞ്ഞ തേങ്ങയാണ് ഫുള്ളായിട്ട് കമത്തി നിലത്തൊക്കെ വീഴ്ത്തിയാക്കി കുടിക്കുന്നത്. എന്തുകൊണ്ട് തേങ്ങ സ്വന്തമായിട്ട് ചട്ടി മതി, കുഴപ്പമില്ല. ഞാൻ കമത്തുമ്പോ കുഴപ്പം. മതി ചട്ടി തീർന്നു, ചട്ടി തിന്നല്ലേ. മെയിൻ ആയിട്ടുള്ളൊരു ആശ്വാസം എന്ന് വെച്ചാൽ തുണി ഫുള്ളും എല്ലാം അലക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ളൊന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം മടക്കിയെടുത്ത് കഴിയുമ്പോൾ സമാധാനം ശരിക്കും. ഇത്രയും ഡ്രസ് അലക്കിയപ്പോൾ ഒരു ആശ്വാസം കേസ് കുറവ് തൊട്ട്. പിന്നെ നേരത്തെ കഴുകിയ പാത്രമൊക്കെ പുറത്തെടുപ്പുണ്ട്. ആലക്കൊക്കെ നിശ്ചയമാണ്. നേരത്തെ കഴുകിയ പാത്രമൊക്കെ നിരത്തിരിപ്പുണ്ട്, അതൊക്കെ എടുത്തു വെക്കണം. കണ്ട ഗൈസ്, ഞാൻ അലക്കിയത് അവൾ അലക്കിയതെന്ന് പറയാൻ വേണ്ടി അവൾ എത്ര നിർബന്ധം പിടിക്കുമെന്നറിയോ. ശരിക്കും നിശ്വാണമല്ല അലക്കിയ വെള്ളം ഫുൾ എടുത്ത് ചേർത്ത് ഞാനാണ്. ഇവൾക്ക് കുളിക്കാനൊക്കെ വെള്ളം ഞാൻ കൊണ്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം എടുത്തുകൊണ്ടുവന്ന് വെള്ളമൊക്കെ നിറച്ച്. അപ്പൊ എത്ര വെള്ളം എടുത്ത് ഞാൻ 3 ബക്കറ്റ് വെള്ളം. കുപ്പിയിൽ നിന്റെ അച്ഛൻ എടുത്തോണ്ടോ, കുപ്പി ഞാൻ എടുത്തോണ്ടോ. അതാണ്